അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. കുഞ്ഞാറ്റി ഷാമോനും മദ്രസയിലൊക്കെ പോയിട്ട് അവർ 7 മണിയാകുമ്പോഴാണ് മദ്രസ പോയി. അപ്പോൾ 6 മണിക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ ഒരുങ്ങി മുമ്പാരത്തിരിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുറ്റടിയും കാര്യങ്ങളൊക്കെ വെച്ചു. അവർ പോണക്കാട്ടി മുന്നേ മുറ്റടിയൊക്കെ കഴിച്ച് പിന്നെ അവർ പോയതിൻ്റെ ശേഷം നമ്മൾ അടിച്ചു വാരലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി 7 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടാണ്. പിന്നെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾ ഇനി 10 മണിക്കല്ലേ വരിക. ആ സമയത്തേക്ക് അവർക്ക് കടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ ഉഴുന്നുമാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് പുറത്ത് എടുത്ത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ തിന്നിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അത് കൂട്ടി ഞാൻ കഴിച്ച്. അപ്പോൾ കുട്ടികൾക്ക് കറി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുൾസൈ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കണ പണിയില്ലല്ലോ. അപ്പോൾ ഞാനെന്താ നമുക്ക് ഇന്നലെ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ച് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഒക്കെ ചിരകി വെക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരകി വെച്ച് അരച്ച് വെച്ചാൽ പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണതുകൊണ്ട് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതൊക്കെ അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ ഞാനത് തേങ്ങ ചിരകി ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊക്കെ അരിഞ്ഞ് അതും റെഡിയാക്കി വെച്ച് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അതും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് വെണ്ടക്ക ഉപ്പേരിയും ചെമ്മീൻ കറിയും പിന്നെ നമ്മളെ സോയാബീൻ പൊരിച്ചത് പപ്പടം പൊരിച്ചതുണ്ട് ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. പിന്നെ രാവിലെ ഇതാ കുട്ടികൾ സ്കൂൾ മദ്രസ ഇട്ട് വന്നാലാണ് അവർക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ചൂട് കൊടുക്കാൻ അങ്ങോട്ട് തിന്നുമ്പോൾ അവർക്ക് ഇഷ്ടമാവും മുരിഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി മതി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും തണുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ കഴിക്കുമല്ലോ. അവർ കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ആ സമയത്ത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പണി ചില ആൾക്കാരൊക്കെ പറയില്ലേ പണി എപ്പോഴും പണി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. നമ്മൾ പണി ചെയ്യണതിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ നമ്മളെ പണിയൊക്കെ ഒരു എളുപ്പം കഴിയും കേട്ടോ. ഒരു അടുക്കും ചിട്ടയും വേണം. നമ്മൾ ഇന്ന പോലെ ഇന്ന സമയത്ത് എന്നും അതേപോലെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചില ദിവസങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. പക്ഷേ നമ്മൾ ഒരു പണിക്ക് നമുക്കൊരു ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ നാക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ വന്നതിൻ്റെ ശേഷം അവർക്ക് ഇതാ ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. നല്ല മൊരിഞ്ഞ ദോശ അങ്ങനെ മൊരിച്ച് കൊടുത്താലാണ് അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ രണ്ടാളും 2 വഴിക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടാണ്. കുഞ്ഞാമോന് ഫുട്ബോൾ കളിക്കാനും വേണ്ടി പോയി. കുഞ്ഞാത്ത താത്താൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ട് ദിലുവിനായിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് പോരെ എന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ നേരത്തെ കുളിപ്പിക്കലുണ്ട്. ഇപ്പോൾ ഈ ചൂട് കാരണം കുളിച്ചിട്ടും കാര്യമില്ല. മക്കൾ ഈ കറണ്ടും ഇല്ലാതെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴേ ഭയങ്കര പുഴുകിയിട്ട് ആകെ വിയർത്തൊലിച്ചിട്ട് പിന്നെ അവർ കുളിച്ചതൊന്നുമല്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടതാണ് കേട്ടോ. അല്ലാതെ ഞാൻ എവിടെയും വിടാറൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ അകത്ത് പിടിച്ചിട്ട് അവർക്ക് പിന്നെ നമ്മൾ ഫോണ് വേണം എപ്പോഴും. വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ ഫോണ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചോട്ടെ വെച്ച് പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പുറത്ത് വിടൂല. പിന്നെ ഉച്ചക്ക് കുറച്ച് നേരം ഉറക്കും. പിന്നെ വൈകുന്നേരമാണ് ഷാമോനൊന്ന് കളിക്കാൻ വേണ്ടി പോകട്ടെ. ഒരു 4:30-5 മണിയാകുമ്പോൾ കുട്ടികൾ വിളിക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടാണ്. തേങ്ങ അരച്ചൊക്കെ സെറ്റാക്കി വെച്ച് വെണ്ടക്കുപ്പേരിയൊക്കെ റെഡി ആയിട്ടാണ്. പിന്നെ നമ്മളെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനും കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ താത്താൻ്റെ മോളുണ്ടായിരുന്നു ഇവിടെ. അവളിപ്പോൾ അവളെ വീട്ടിലാണ് താമസം. അപ്പോൾ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, വീട്ടിൽ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അനിയത്തി സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങൾ. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലാണല്ലോ ആങ്ങളുടെ മോളുടെ കല്യാണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ആണെങ്കിൽ വില ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 55-ൻ്റെ ഒക്കെ അടുത്തെത്തിയല്ലോ. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ പാവങ്ങൾ കുറച്ചാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ കുറച്ച് നമുക്ക് ഒരു ഇതുമില്ലാതൊക്കെ റെഡിയാവണ്ടേ. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പടച്ചോ വിചാരിച്ചിട്ടൊക്കെ നല്ലതുപോലെ നടക്കില്ല. അങ്ങനെ സമാധാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. പെൺകുട്ടികളാകുമ്പോൾ പടച്ചോനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാകുമല്ലോ. പിന്നെ നമ്മളെ വെണ്ടക്കുപ്പേരിയൊക്കെ സെറ്റായിട്ടാണ്. അങ്ങനെ കുഞ്ഞാറ്റ മദ്രസ വിട്ടിട്ട് വന്നതിൻ്റെ ശേഷം മദ്രസത്തെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ഓരോട് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ രാവിലെ പണിയില്ലല്ലോ. അപ്പോൾ എഴുതാണ്ടായിരുന്നു അവൾക്ക് കുറച്ച്. അതൊക്കെ എഴുതി മദ്രസത്തെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ടാണ് അവൾ കളിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം എത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.